ഹലോ ഡിയേഴ്സ്, ഹലോ ഡിയർ ഫുട്ബോൾ ലവേഴ്സ്. വേൾഡ് കപ്പിൽ ഇതുവരെ കഴിഞ്ഞ കളികളൊക്കെ കാണാറുണ്ടെങ്കിലും നമുക്ക് അസൗകര്യമുള്ള സമയത്താണെങ്കിലും കളിപ്രേമം കൊണ്ട്, കളിയുടെ കൗതുകം കൊണ്ട് കണ്ടിരിക്കാറുണ്ട്, എല്ലാം കാണാറുണ്ട്. എല്ലാ കളികളും കൗതുകത്തോടെ കണ്ടിരിക്കാറുണ്ടെങ്കിലും നല്ല രോമാഞ്ചമണിഞ്ഞ് ഒരു നെഞ്ചിടിപ്പോടെ അവസാനത്തെ മിനിറ്റ് വരെ കണ്ടിരുന്ന, ആരും ശ്രദ്ധിക്കാതെ, ആരും ഒത്തിരി ആരാധകരില്ലാത്തൊരു ടീമായിരുന്നു ഖത്തർ. ആ ഖത്തറിൻ്റെ കളിയാണ് മനസ്സിൽ ഇടം നേടിയത്. ഖത്തറിൻ്റെ അവസാനത്തെ മിനിറ്റിൽ കളി കണ്ടവർ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഖത്തറിൻ്റെ കളിയിൽ മറ്റൊരു പ്രത്യേകതയുള്ളത്, നമ്മുടെ ഇന്ത്യക്കാരനായ തഹ്സീൻ മുഹമ്മദ്, ഒരു 19കാരന്, തലശ്ശേരിക്കാരന്, അവന് കളിക്കാൻ ഇറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിലും അടുത്ത മാച്ചിലോ അല്ലെങ്കിൽ അടുത്ത കാലത്തോ ഭാവിയിലോ ഒരു ഇന്ത്യക്കാരൻ ഇറങ്ങുമ്പോൾ നല്ല ശുഭപ്രതീക്ഷയെങ്കിലും നമുക്കുണ്ട്. അതല്ല, നമ്മുടെ ഇന്ത്യയുടെ ടീം ഗാലറിയിൽ, ഗ്രൗണ്ടിൽ ഖത്തറിൻ്റെ ആരാധകരും ഖത്തറിൻ്റെ കളിക്കാരും അവസാനത്തെ വിസിൽ മുഴങ്ങാൻ സമയം നിരാശയോടെ ആ സമയത്താണ് ക്രിറ്റിക്കലായ നിർണായകമായ ഗോൾ അടിച്ചു എന്നല്ല, ഗോൾ അടിച്ച ആവേശവും ആഹ്ലാദവും കാണിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അവസാനത്തെ വിസിൽ മുഴങ്ങി. വളരെ നിർണായകമായ കളി, ഒരു നെഞ്ചിടിപ്പോടെ കണ്ടിരുന്ന, കൗതുകത്തോടെ കണ്ടിരുന്ന കളി. ഈ കളിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളി അതാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞകാല വേൾഡ് കപ്പ് ഫുട്ബോൾ കളികളെല്ലാം മികച്ചതായതുകൊണ്ടും ഐഡിയകളും അടവുകളുമുള്ള കളികളായതുകൊണ്ടും ഒത്തിരി ആവേശങ്ങളും ആരവങ്ങളും കട്ടൗട്ടുകളും ഇല്ലാത്ത, അമിതാവേശവും ആരവങ്ങളും ഇല്ലാത്ത കൊച്ചു രാജ്യമായ സെനഗലിൻ്റെ കൂടെയാണ് ഇക്കുറിക്കത്തെ എൻ്റെ ഫുട്ബോൾ പ്രേമമെന്ന് ഞാൻ മുമ്പ് അറിയിച്ചിരുന്നു. എല്ലാ ശുഭവിജയ പ്രതീക്ഷയോടെയും സെനഗൽ വിജയത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയോടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഗുഡ് ബൈ.